ചെയ്യാൻ പോകുന്ന റെസിപ്പിയാന്നു. ഇന്ന് മട്ടൺ ഇടിയപ്പം തന്നെ ഉണ്ടാക്കി നോക്കാം. പക്ഷെ ഇതൊരു കുറച്ച് ഡിഫറെൻ്റ് ആട്ടോ. ഇനി വേണേ എന്നാ പറയുന്നത്, ഇതിൻ്റെ കൂട്ടത്തിൽ എന്നാ കഴിക്കാമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അതിൻ്റെ കൂട്ടത്തിലൊന്നും വേണ്ടതാനും. അപ്പം ഇനിയിപ്പോൾ എന്നാക്കെയാണ് വേണ്ടിയെന്നുള്ളത് പറയാം. ഇവിടെ ഇപ്പം ഞാൻ എടുത്തേക്കുന്ന മട്ടണാന്നു. ഇതിപ്പോൾ 1 കിലോ മട്ടണുണ്ട്. പിന്നെ ആണെങ്കിൽ കുറച്ച് സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ ഇച്ചിരി പച്ചമുളക് ചതച്ചേക്കുക. പിന്നെ ഇച്ചിരി വെളുത്തുള്ളിയും ചതച്ചേക്കുക. പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ ചതച്ചേക്കുക. പിന്നെ ഇച്ചിരി മല്ലിയില ചതച്ചേക്കുവല്ല, അരിഞ്ഞേക്കുവാന്നേ. പിന്നെ വേണ്ടിയത് നമ്മുടെ എല്ലാ പൊടിയുവാ. അതേതൊക്കെയാണോ? മഞ്ഞപ്പൊടി വേണം, മുളക് പൊടി വേണം, പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി വേണം. ഗരം മസാല പൊടി വേണ്ട, പക്ഷെ അത് ഞാനിവിടെ പൊടിച്ച് കാണിക്കാം. എന്നാ അതിൻ്റെ ഒരു തരമുണ്ട്. ഇതുണ്ടാക്കുമ്പോഴത്തേന് ആ മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ചേർക്കുന്ന രീതി പറഞ്ഞു തരാം. അതേ കൂട്ട് മസാല എടുത്തേച്ചാൽ മതി. അതിന് മുന്നേ ഇച്ചിരി വിനാഗിരി എടുത്തു. പിന്നെ സാധാഗതിയിൽ നമ്മൾ എന്നാ പറയുന്നത്, മട്ടനോ ബീഫോ ചിക്കനോ എന്നേലും ഒക്കെ ഉണ്ടാക്കുവാന്നേല തേങ്ങാക്കൂത്ത് ഇടുവേ. ആ തേങ്ങാക്കൂത്ത് ഇടുമ്പോഴത്തേന് ഇച്ചിരി മുഴുത്തതായിട്ടല്ലേ ഇടുന്നേ. അത് അത്രയും മുഴുത്തതായിട്ട് ഇടണ്ട. ഇപ്രാവശ്യം ഞാൻ നമ്മുടെ ഈ കറിക്ക് ഇടുവാന്നേൽ നമ്മുടെ പായസത്തിനൊക്കെ അരിയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഇച്ചിരി കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം. പിന്നെ ആണെങ്കിൽ കുറച്ച് കടുക് വറുക്കാൻ കടുക് വേണ്ട, അതിന് പകരം വറ്റൽമുളക്. ഇനിയാന്നു ഞാൻ മസാല പറയാൻ പോകുന്നേ. ഇച്ചിരി പെരിഞ്ചീരകം വേണം. പിന്നെ അന്നേല് ഇച്ചിരി പട്ട വേണം. പിന്നെ ഇച്ചിരി തക്കോലം, അതായത് കമ്മല് എന്ന് പറയും. പിന്നെ അന്നേല് ഇച്ചിരി ഏലക്കായാന്നേ, ഇച്ചിരി ഗ്രാമ്പു. പിന്നെ വേണ്ടിയത് കുരുമുളക്, അത് തനി കുരുമുളകാന്നേ. പിന്നെ ഇതെല്ലാം പോയിട്ടാണ് വേണ്ടിയേ. നമുക്ക് ഉപ്പില്ലല്ലോ, എന്നാ സ്വാദാ അല്ലേ. കുറച്ച് ഉപ്പ് വേണം. ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാ പറയാ, വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ ഒന്നുമല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എണ്ണ. ഏതാ? വെളിച്ചെണ്ണയാണേ. ഫസ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടി എന്നാന്നറിയാം. ആദ്യം അടുപ്പ് കത്തിച്ചേച്ച് ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു പാനോ നമ്മുടെ വീട്ടിലെന്നാ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചേച്ചും ഫസ്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ചീനച്ചട്ടി അങ്ങോട്ട് നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞാൽ മസാല പൊടി എല്ലാം ഒരു ഇച്ചിരി ഒന്ന് മൂപ്പിക്കണം. ഒത്തിരി അങ്ങ് മൂപ്പിച്ച് ബ്രൗൺ ആക്കല്ല, ഒന്ന് മൂപ്പിച്ചെടുത്തേച്ചാൽ മതി. അന്നേരം ഞാനിപ്പം ഇടാൻ പോവാ ഏതൊക്കെയാ വേണ്ടിയെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനായിട്ട് ഞാൻ സ്പൈസസ് ആദ്യം ഇടാമേ. ആദ്യം ഒരു ഇച്ചിരി പെരിഞ്ചീരകം. പിന്നെ വേണ്ടിയത് പട്ടയ. പിന്നെ വേണ്ടിയത് തക്കോലം. 1 കിലോയ്ക്കാന്നേല് 2 പൂവാ ഇടുന്നത്. ഏലക്കായ്ക്ക് പിന്നെ കണക്കില്ലേ എന്ന് ചോദിച്ചാൽ എൻ്റെ കണക്കിന് കണക്കില്ല, പക്ഷെ കണക്കുണ്ട് കേട്ടോ, ഒരു 3-4 എണ്ണം. പക്ഷെ എന്നോട് ചോദിക്കുവാന്നേൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ മസാലയിൽ ഏലക്കായ ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പം ആ കണക്ക് പറയല, ഒരു 3-4 എണ്ണം ഇട്ടു. ഗ്രാമ്പു ഒരു 3-4 എണ്ണം. അതെനിക്കും കണക്കുണ്ട്, അതിൽ കൂടുതലില്ല. പിന്നെ കണക്കില്ലാത്തത് മട്ടൺ അല്ലയോ, അന്നേരം ഇച്ചിരി എരിവൊക്കെ വേണ്ടേ. അന്നേരം ഉണ്ടല്ലോ, കുരുമുളകിനോട് ഇഷ്ടമുള്ളവർ അന്നേരം ഇച്ചിരി കൂടുതലിട്ടോ. മിനിമം 1 ടീസ്പൂണേലും ഇട്ടു. ആ സ്പൈസസ് ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ എന്നാ ചെയ്യണമെന്നോ, തീ നല്ലതായിട്ടൊന്ന് കുറച്ചേച്ച് ഇനി പൊടിയൊക്കെ ചേർക്കണേ. ആദ്യം ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, പിന്നെ ഇച്ചിരി മുളക് പൊടിയ, പിന്നെ ഒരു ഇച്ചിരി മല്ലിപ്പൊടി. ഇത്രയും നമ്മൾ ചേർത്തേക്കുന്ന സ്പൈസസ് ഇപ്പൊ എൻ്റെ ചീനച്ചട്ടി ആന്നേല ഒരു ഇച്ചിരി എന്നാ പറയുന്നത്, ഇച്ചിരി കട്ടിയുള്ള കൂട്ടത്തിലാന്നേ. അന്നേരം ഞാൻ തീ ഇച്ചിരി കുറച്ച് വെച്ചേക്കുക. ബേസിക്കലി ചീനച്ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. അന്നേച്ചാൽ അതിനെ ഒന്ന് മൂപ്പിച്ചെടുത്തേച്ചാൽ മതി. ഇനിയിപ്പോൾ ഈ പൊടി എന്നാ ചെയ്യാൻ പോകാന്നറിയാവോ? നമ്മൾ ഈ മസാലയൊക്കെ തനിയെ തനിയല്ലേ ചേർത്തേക്കുന്നേ. അന്നേരം
ആ മസാല ഒന്ന് പൊടിഞ്ഞിട്ട് പൊടിച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്ത് ആ മട്ടനകത്തോട്ട് ചേർക്കാൻ ഒക്കുള്ളൂ, അല്ലാതെ ഈ തനിയെ ഇടാൻ ഒക്കിയല്ല. ഇത് ചൂടാകുമ്പോഴാണ് ഒരു ഇച്ചിരി ഒന്ന് ആറിയേച്ചും മിക്സിയിലിട്ട് ഒന്ന് നല്ല പൗഡർ പോലെ ആയിട്ട് അങ്ങ് പൊടിച്ചെടുക്കണേ. മിക്സി എടുത്തോണ്ട് ഇതിനകത്തോട്ട് ഇതെല്ലാം മാറ്റിയേച്ച് ഇതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് കുറച്ച് സവാളയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വഴറ്റാനിടാം. ഇതിനകത്ത് ഇച്ചിരി കറിവേപ്പില ഇടാൻ അന്നേലും ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഈ മുഴുത്ത കറിവേപ്പില ആവല്ലെന്നേ ഉള്ളേ. ഇത് ഇവിടുന്ന് വയലട്ടെ. ആ സമയത്ത് എന്നാ ചെയ്യണമെന്ന് അറിയാവോ? മിക്സിക്കകത്തോട്ട് ഒരു 1.5 സ്പൂൺ വെളുത്തുള്ളിയും ഒരു 1.5 സ്പൂൺ ഇഞ്ചി ഇട്ടു. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ടേക്കുന്ന ഈ പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇല്ലേ, അതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. എന്നുവെച്ച് ബാക്കി ഇതിനകത്തോട്ട് ഇങ്ങനെയാ പൊടിഞ്ഞു കിട്ടുന്നേ. അന്നുവെച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ഇതിനെ ഇനി നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തേ ഒക്കത്തുള്ളേ. അന്നേരം ഒത്തിരി ഒഴിക്കരുത്, ഇച്ചിരി ആയിട്ട് ഒഴിച്ചു കൊടുത്തേച്ചും അതിനെ അരച്ചെടുക്കാവുള്ളൂ. പിന്നെ ഇതിനകത്തോട്ട് വിനാഗിരി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ചേർക്കാം. പക്ഷെ ഇതിന് വിനാഗിരിയാണു ഏറ്റവും സ്വാദേ. അപ്പൊ തക്കാളിയാണു ചേർക്കുന്നതെങ്കിൽ അത് ഇപ്പം അരിഞ്ഞിട്ടേക്കണം ഉള്ളിയുടെ കൂട്ടത്തില്. ഇത് നല്ലതായിട്ട് പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഈ ഉള്ളി ഇച്ചിരി ഒന്ന് വഴന്നേച്ചും നമുക്ക് ഈ അരപ്പം അങ്ങോട്ട് ചേർക്കാം. ഈ ഉള്ളിയുടെ കൂട്ടത്തിൽ കറിവേപ്പില ഇല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി മല്ലിയില ഇടുക. നിങ്ങളിപ്പോൾ ഞാൻ ഈ മല്ലിയില ഇടുമ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ എനിക്ക് കറിവേപ്പില ഇല്ല എന്നുള്ളത്. എൻ്റെ അടുക്കളയിൽ കറിവേപ്പില ഇല്ലാതിരിക്കാനോ? നോ വേ. ഈ ഉള്ളി ആന്നേലും വഴറ്റുമ്പോൾ ഒരു ഇച്ചിരി അതിൻ്റെ ആ ഒരു എന്നാ പറയാ റോ ടേസ്റ്റ് മാറണം. എളുപ്പത്തിൽ അങ്ങ് മാറ്റിയേക്കല്ലേ, ഒരു ഇച്ചിരി ഒന്ന് അതൊന്ന് വെന്തോട്ടെ. ഇനി ഉള്ളി മൂത്ത് കഴിഞ്ഞ് ഇനിയാന്നു ഞാൻ ഇച്ചിരി ആയിട്ട് അരപ്പ് ചേർക്കാൻ പോവാ. അരപ്പ് ഒന്ന് മൂപ്പിച്ചതാ, എന്നാലും ഉണ്ടല്ലോ ഇച്ചിരി ഒന്ന് ചൂടായ ഇച്ചിരി കൂടെ നല്ലതാ. ഈ അരപ്പ് അന്നേലും ഒരു ഇച്ചിരി വേവാനാന്നേല് ഞാൻ പറഞ്ഞ കൂട്ട് അറിയാലോ, ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അന്നേച്ച് ആ വെള്ളം മുഴുവൻ പറ്റിയേച്ച് ആ എണ്ണ ഒന്ന് തെളിയാൻ തുടങ്ങുവേ. അന്നേരത്തേക്ക് നമുക്ക് മട്ടനും കൂടെ ചേർക്കാം. ഈ അരപ്പ് മൂത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി വിനീഗർ ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂൺ ഒഴിക്കുക. പിന്നെ നമുക്ക് അന്നേരം മട്ടൺ വേവാൻ നേരം ഒരു സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരിയായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. അതിന്റെ സർഫസിൽ തന്നെ അതിന്റെ പുറം ഭാഗത്ത് തന്നെ ആന്നേല്
ആ ഇച്ചിരി ആ എണ്ണമയത്തിന്റെ ഒരു ഇതുണ്ട്. അന്നേരം അത്രയും മതിയാവും. ഒരുപാട് ഇങ്ങനെ അങ്ങ് വഴറ്റി വെച്ച് എണ്ണ തെളിയിക്കണമെന്നൊന്നുമില്ല. ഇതിനകത്തോട്ട് നമ്മുടെ മട്ടൺ ചേർക്കാം. ഇനി എന്നേച്ച് ഈ അരപ്പുണ്ടല്ലോ ഇതിനകത്തോട്ട് മട്ടനകത്തോട്ട് നല്ലതായിട്ട് പെരട്ടണം. പെരട്ടുന്നതിന് മുന്നേ ഒരു ഇച്ചിരി ഉപ്പിട്ടു. ഒത്തിരി ഇടല്ലേ. എന്നാന്ന് വെച്ചാൽ പൊതുവെ അമ്മച്ചിമാരൊക്കെ പറയുന്നത് എന്നാന്നോ, ഇറച്ചിയിൽ ആദ്യമേ ഉപ്പിട്ടാൽ വേവ് ഇച്ചിരി താമസമായിരിക്കും എന്ന്. അതുകൊണ്ട് ഞാൻ പക്ഷെ തലകുത്തി ചെയ്യുന്നതാണോ എന്ന് വിചാരിക്കരുത്, അനുസരണക്കേട് കാണിക്കുന്നതാണോ എന്ന് വിചാരിക്കല്ലേ. പിന്നെ എപ്പോഴും എനിക്ക് ഇറച്ചി വെന്തേച്ച് ഉപ്പിട്ടാലുണ്ടല്ലോ ഇറച്ചിയെ പിടിച്ചില്ലേ എന്നുള്ളൊരു സൈക്കോ വർക്ക് ചെയ്യും. അതിലും വേദം ഇത് ഇച്ചിരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അന്നേരം നമുക്കൊന്ന് ചേർത്താൽ മതി അരപ്പേല്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ടേച്ച് എന്തായാലും നമ്മുടെ മട്ടൺ ആന്നേലും ഈ ചീനച്ചട്ടിയെ വേവുകയില്ല. എന്നാത്തിനകത്ത് വേവിച്ചാൽ അത് എത്ര പെട്ടെന്നാവുന്നതെന്ന് അറിയാലോ. പ്രഷർ കുക്കറിനകത്തോട്ട് ഇട്ടാലേ ഒക്കത്തുള്ളൂ. പക്ഷെ വഴറ്റുന്നത് കംപ്ലീറ്റ് എന്നാ ചെയ്യണമെന്നോ ചീനച്ചട്ടി തന്നെ ഉണ്ടാക്കാവുള്ളൂ. ഞാൻ പോയി കുക്കർ എടുത്തോണ്ട് വന്നിട്ട് ഇത് അതിനകത്തോട്ട് ആക്കട്ടെ. ഇതുണ്ടാക്കുമ്പോഴത്തേനുണ്ടല്ലോ നമ്മുടെ അടുക്കളയിൽ ഒരു 3-4 പാത്രം വരും. ഇനിയിപ്പോൾ അതങ്ങ് കണക്കാക്കണ്ട, എന്നാ ചെയ്യാനാ, ഒരു പ്രത്യേകം വിഭവം ചെയ്യുമല്ലേ. അന്നേരം പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ നോക്കി വെച്ച് കാര്യമില്ല. എന്തായാലും എനിക്കിന്ന് 3-4 പാത്രം കഴുകണം. അന്നേച്ച് നമ്മുടെ ചീനച്ചട്ടി കളയല്ലേ, അതിനകത്തോട്ട് ഇഷ്ടംപോലെ അരപ്പിരിപ്പുണ്ടേ. അന്നേരം അതൊന്ന് ഇച്ചിരി കഴുകി ഒഴിച്ചേക്കണം. അല്ലേലും മട്ടൺ ഇച്ചിരി വെള്ളം വേണം കേട്ടോ വേവാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്നാ പറയാ ഒരു ചിരട്ടയുടെ പൂളിട്ടേച്ചാലും മതി, അന്നേരം പെട്ടെന്ന് വേവുമെന്നാ പറയുന്നത്. എന്തായാലും ചീനച്ചട്ടിയിലിരുന്ന അരപ്പൊന്നും ഞാൻ കളയുവേല, അതും കഴുകി ഒഴിച്ചു. അതിന് ഒരു നികത്തി ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചേച്ച് ഇതൊന്ന് അടച്ചിട്ട് വേവിക്കാം. ഞാനിപ്പോൾ ഇത് അടച്ചിട്ട് വേവിക്കാം. നമ്മുടെ മട്ടൺ നല്ല വെന്ത് ഞാൻ അതിന് ഇച്ചിരി നേരം കിട്ടിയപ്പോഴത്തേന് എന്നാ ചെയ്തെന്നറിയാമോ, അതിന് ഇച്ചിരിയും കൂടി ഒന്ന് ഞാൻ മൊരിച്ച് വറ്റിച്ച് അതിൻ്റെ ആ ഒരു നല്ല ആ വെള്ളം മുഴുവൻ പറ്റിച്ചെടുത്തായിരുന്നേ. കുക്കറെ കിടക്കുന്നതുകൊണ്ട് അറിയാൻ ഒക്കുകയില്ല. പക്ഷെ ഏകദേശം വേണ്ട ഈ ഒരു പെരണ്ട് പരുവാവേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തീ അങ്ങോട്ട് കുറച്ച് വെച്ചും ഒരു എത്ര വറ്റൽമുളക് വേണ്ടിയെന്ന് വെച്ചാലോ ഒന്നെങ്കിൽ 2ആയിട്ട് മുറിച്ചിടുക, അല്ലേലുണ്ടല്ലോ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ടേച്ചും ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കണം. ഒത്തിരി എണ്ണ വേണ്ട, മട്ടണിന് ബേസിക്കലി ഇച്ചിരി ഫാറ്റ് ഉണ്ട്. അന്നേരം ഒത്തിരി എണ്ണ ഒഴിച്ചാൽ ഒക്കെയല്ല. ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് നമ്മുടെ തേങ്ങാക്കൊത്തില്ലയോ അത് ഇച്ചിരി അങ്ങോട്ട് ഇടുക. തേങ്ങാക്കൊത്തിട്ടേച്ച് അതൊരു ഇച്ചിരി ഒന്ന് മൂക്കണം. പിന്നെ അന്നേല് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി, ഒത്തിരി വേണ്ട, കുറച്ച് സവാളയും കൂടെ, ഒരു വലിയ 2 ടേബിൾ സ്പൂൺ സവാളയും കൂടെ ഇട്ടേച്ചാൽ മതി. ഇനി എന്നാന്ന് വെച്ചാൽ ഈ സവാള നല്ലതായിട്ട് ഒന്ന് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പോയേച്ച് അതൊന്ന് മൂക്കണം. അതാ അതിൻ്റെ പരുവം. അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇതിനകത്തും ഒരു ഈ നമ്മൾ ചിക്കൻ ഡ്രൈ ആക്കുന്ന പോലെ അല്ലെങ്കിൽ ബീഫോ ഇതൊക്കെ ഡ്രൈ ആക്കുന്ന കൂട്ടം മട്ടൺ അത്രോ ഡ്രൈ ആവുകയല്ല. പക്ഷെ എന്നാന്നറിയോ, നമ്മൾ എത്രയും വേവിക്കുന്നോ അതനുസരിച്ച് മട്ടൺ ഡ്രൈ ആവുകയല്ല. വേവിച്ചിട്ട് കുറവാന്നേ മാത്രമേ മട്ടൺ ഇച്ചിരി ഡ്രൈ ആയി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിന് ഫാറ്റ് ഇച്ചിരി കൂടുതലാണ്, അന്നേരം പിന്നെ അതേപോലെ വരുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് ഒത്തിരി എണ്ണ ഒഴിക്കരുത്, ഒത്തിരി ഉള്ളി ഇടരുത്.
ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ മട്ടൺ ഇടുവാന്നേ. കാര്യം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി നേരത്തെ ഇടുക. ഈ മട്ടന്റെ ഗ്രേവിയും അതിൻ്റെ എന്നാ പറയുന്നത് മസാലയും എല്ലാം നമ്മുടെ ഉള്ളിയേലും തേങ്ങായിലും എല്ലാം പിടിക്കണം. അതുകൊണ്ട് കുറച്ച് നേരത്തെ അങ്ങ് മട്ടൺ ഇട്ടേച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇത് ഞാൻ നല്ലോണം വെള്ളം പറ്റിച്ചേച്ച് നമ്മൾ ചേർത്തേക്കുന്ന എണ്ണ മുഴുവൻ തെളിഞ്ഞേക്കുക. ആ പരുവമാണ് അതിൻ്റെ കണക്ക്. ഇതിനെ ആണെങ്കിൽ എത്ര നമുക്ക് ഡ്രൈ ആക്കി എടുക്കാൻ നോക്കുമോ അത്രയും അങ്ങ് എടുക്കുക. അതിന് ഏറ്റവും നല്ലത് നമ്മളൊക്കെ ഫോർ ദ സ്റ്റാർട്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്ക് പാൻ തന്നെയാണ്. അന്നേരം നല്ല കൈവാക്കാം. പിന്നെ കറിവേപ്പില ഇടണമെന്നുള്ളവർക്ക് കറിവേപ്പില ഇടാം. അതല്ല മല്ലിയില ഇടണമെന്നുണ്ടെങ്കിൽ മല്ലിയില ഇടാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ട്, പക്ഷെ എന്നാ ഇച്ചിരി വ്യത്യാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മല്ലിയില ഇട്ടാ കേട്ടോ. ഇതിപ്പോ ഇനിയിപ്പോ മാക്സിമം ഞാൻ പറഞ്ഞില്ല എണ്ണയും എല്ലാം തെളിയുമ്പോഴത്തേനും ഇത് മാക്സിമം ഡ്രൈ ആക്കാൻ പറ്റുന്ന അത്ര ആക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ തന്നെ വരാം. ചില സമയത്താണെങ്കിലും ഇത് ഇച്ചിരി കുഴഞ്ഞ കൂട്ടങ്ങ് വരുവേ. അന്നേരം ഒത്തിരി അങ്ങോട്ട് പിന്നെ ഇളക്കാതെ അങ്ങനെ മാക്സിമം ആക്കി വെച്ച് ഇച്ചിരി നേരം നടക്കാൻ വെച്ചാൽ അത് ഇച്ചിരി ഒന്ന് ഡ്രൈ ആയി കിട്ടും. ഇപ്പൊ എനിക്ക് ഈ പരുവം കറക്റ്റ് അതേണ്ടേ നോക്കിയേ. ഇതാ പാനേന്ന് വിട്ടുപോകുന്നു. എന്നാൽ ഓരോന്നായിട്ട് നീക്കിയിടുവാന്നേല ആ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് മാറുകയും ചെയ്യും. എന്നുവെച്ചാൽ ഇതൊരു ഇച്ചിരി തണുക്കുവാന്നേൽ അത് വിട്ടു പോരുകയും ചെയ്യും. അതായത് മറ്റേ ഒത്തിരി ആ പെരണ്ട പരുവം അല്ലാത്ത രീതിയിലാവുകയും ചെയ്യും. ഇപ്പൊ ഞാനിത് ഇനി ഓഫ് ചെയ്യുവാന്നേ. ഇനി നെക്സ്റ്റ് നമുക്കൊന്ന് ഇച്ചിരി ഇടിയപ്പം പിഴിയാവേ. ഇടിയപ്പം പിഴിഞ്ഞേച്ച് നമുക്ക് അതും കൂടെ വേവണം. അപ്പൊ ഇനി ഇടിയപ്പം പിഴിഞ്ഞേച്ച് അതിന്റെ ആ ഒരു സ്റ്റെപ്പ് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇടിയപ്പം പിഴിയുന്നതിന് മുന്നേ ഒരു കാര്യം എന്നാന്നോ, ഒന്നെങ്കിൽ വാഴയിലെ പിഴിയുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടിയപ്പ തട്ടയിൽ തന്നെ പിഴിയുക. പിഴിയുന്നതിന് മുമ്പ് ഇച്ചിരി എണ്ണ തൂക്കണം. അതൊക്കെ നമുക്ക് അറിയാമല്ലോ. എന്നാലും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക കേട്ടോ. വാഴയില വെക്കുവാന്നേൽ വാഴയില ഇച്ചിരി വാട്ടിയേച്ച് വേണം അതിനകത്തോട്ട് വയ്ക്കാൻ. ഇനി ഇതിന്റെ മേളിലോട്ട് നമുക്ക് ബാക്കി ഇടിയപ്പം കൂടെ പിഴിയണം. ഇനി ഇത് നമുക്ക് ആവി ഏറ്റ് വേവിച്ചെടുത്തേച്ചാൽ മാത്രം മതി. ഇനി ഇത് പതുക്കെ സ്ലോലി ഇതിനകത്ത് വെച്ച് വേവിച്ചെടുക്കണം. ബാക്കിയല്ല ഈ അടുക്കളയെ ഒന്ന് ഒതുക്കണം. ബാക്കി ഒന്ന് ഫുൾ തീർക്കണം. ഇത്രയും മാവ് കുഴച്ച് വെച്ചേക്കുമല്ലേ, ഇത്രയും പോരല്ലോ. എത്ര തട്ടെടുത്താൽ അത് തീരുന്നല്ലേ. ഇനി ഈ മട്ടൺ ഇടിയപ്പം കഴിക്കാൻ വരുന്ന ഗസ്റ്റിനെ പറ്റി നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. ഇന്ന് നമ്മൾ കുറേ ദിവസമായിട്ട് ചിരിക്കുക അല്ലേ. അപ്പൊ നിങ്ങളിപ്പോൾ തന്നെ വിചാരിക്കുമായിരിക്കും ഒരു കോമഡി ആർട്ടിസ്റ്റ് ആരെങ്കിലും വരുന്നതെന്ന്. ശരിയാട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ കോമഡി ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാട്ടോ ഇന്നിവിടെ വരാൻ വന്നത്. വേറെ ആരുമല്ല, നെൽസനും
ഭാര്യയോ ഇവിടെ നിന്ന് വരാൻ പോകുന്നത്. ഞാൻ ആ അടിയപ്പമൊക്കെ വേവിച്ച് വെച്ചതേണ്ട അതൊന്നും പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ലേ, അതേണ്ട കറക്റ്റ് ആ ഒരു ലെയറിൽ തന്നെ ഇരിക്കുന്നത്. ഇതിൻ്റെ മേളിൽ ഇനിയിപ്പോൾ തേങ്ങാക്കൊത്തോ അല്ലെങ്കിൽ തേങ്ങാപ്പീരായോ എന്നെ വേണേലും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാവുന്നേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ആലോചിക്കും ഈ മെനക്കിടുന്ന നേരം ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാൻ മേലെന്ന്, പക്ഷേ ഇതാട്ടോ കുറച്ചുകൂടെ ഒരു രുചി. ഇങ്ങനെയും കൂടെ ഒന്ന് കഴിച്ച് നോക്കി, അന്നേരം ടേസ്റ്റ് കൂടുതലേ. നമസ്തേ ചേട്ടാ. നമസ്തേ നമസ്തേ നമസ്തേ. ഞാനേ ഇന്ന് ഒരു വലിയൊരു ക്രെഡിറ്റ് തരാൻ പോവാ. എന്നാന്നറിയോ വിശേഷം ഞാൻ പറയാം. ഇപ്പൊ എന്റെ ഒരു കസിനുണ്ട് ദുബായിലെ. അന്നേരം പുള്ളിക്കാരത്തി ഏത് നേരം എന്നെ വിളിക്കുമ്പോഴത്തേനും ഇങ്ങനെ വിശേഷം ചോദിക്കും, ആനീസ് കിച്ചന്റെ കാര്യമൊക്കെ ചോദിക്കും. അപ്പൊ എപ്പോഴും ഇങ്ങനെ നമ്മള് ലോഹിയൊക്കെ പറയുമ്പോഴത്തേനും എന്നോട് ചോദിക്കല്ലേ ഇന്ന് ഏതാ ഗസ്റ്റ്, നാളെ ഏതാ ഗസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞേ ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് നെൽസൺ ചേട്ടനാവെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞ ഫസ്റ്റ് ഒരു കമന്റ് എന്നാന്ന് ഞാൻ പറയട്ടെ. ഇത് ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നു. എന്നാ ഞാൻ പറഞ്ഞു അതെന്നാ, അല്ല ശരിക്കും ഇപ്പൊ നമ്മള് ഗുളികയൊക്കെ തിന്നുന്നതിന് പകരം ശരിക്കും ഒരു ടെൻഷൻ റിലീഫാ പുള്ളിയുടെ ഒരു പ്രോഗ്രാം കണ്ടാലെന്ന്. അതായത് നമ്മൾ ചിരിച്ച് നമ്മുടെ സ്ട്രെസ്സൊക്കെ മാറി ടെൻഷനൊക്കെ മാറി നമ്മൾ എത്രയോ റിലാക്സ്ഡ് ആവുകയെന്ന്. ശരിക്കും ആ ഒരു അപ്രിസിയേഷൻ എനിക്ക് ചേട്ടനോട് തന്നില്ലെങ്കിൽ എനിക്ക് വലിയൊരു മനസ്സമാധാനമൊക്കെ ഇടാം. ഐ ഷുഡ് അപ്രിഷിയേറ്റ് ദാറ്റ്. എനിക്കും താങ്ക്സ് പറയാനുണ്ട് ഇവിടെ കേൾക്കാത്രയൊക്കെ പറഞ്ഞുകൊണ്ട്. ശരിക്കും ആ ഒരു ഫുൾ ക്രെഡിറ്റ് ഞാൻ ചേട്ടന് തന്നേക്കുവാ കേട്ടോ. എന്തായാലും ചേട്ടാ ഈ ഒരു എന്താ പറയാ മിമിക്രി കൂടെ ചേട്ടൻ സ്റ്റേജിൽ വന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ എത്രയോ പ്രേക്ഷകർക്ക് ചേട്ടൻ്റെ ഒരു പ്രോഗ്രാം കാണുന്ന എത്രയോ ആശ്വാസം. ഇതിനകത്ത് വന്നതും ഇതെങ്ങനെയാ ഇത്രയും കാലം എത്തിയെന്നും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. എല്ലാം പറയാം. അതാ ചേച്ചിയുടെ വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് അവിടെ ഒതുങ്ങി കൂടി അങ്ങ് നിൽക്കുവാനേ. പേടിയുണ്ടോ? ചെറുതായിട്ട്. വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങിയാണോ നിൽക്കുന്നത്? ഭയങ്കര ഒതുക്കുക. എന്തായാലും സന്തോഷമുണ്ട്. ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷെ ചേട്ടാ ഇന്ന് ഞാൻ ചെയ്തേക്കുന്ന ഒരു സ്പെഷ്യൽ സാധനം കേട്ടോ. ഇത് കഴിച്ചു കഴിയുമ്പോൾ ചോദിക്കല്ലേ എൻ്റെ കൊച്ച ഇത് പ്രത്യേകം തന്നാൽ പോരായിരുന്നോ എന്ന് ചോദിക്കരുത്. ആനീസ് കിച്ചണിൽ വരുമ്പോൾ ഒരു സ്പെഷ്യലൊക്കെ തരണ്ടേ. അതിനും വേണ്ടി ഒരു ആനീസ് ടച്ചോട് കൂടി ഒരു സ്പെഷ്യൽ ഡിഷാണ് തരാൻ പോകുന്നത്. ഇത് കഴിച്ച അഭിപ്രായമൊക്കെ പറയണം. നമുക്ക് ഒത്തിരി വിശേഷം ചോദിക്കാനുണ്ട്, ഞങ്ങൾക്ക് ഒത്തിരി ചിരിക്കാനുണ്ട്, എനിക്ക് മാത്രമല്ല എൻ്റെ പ്രേക്ഷകർക്കും. ഓക്കെ. പിന്നെ ചേട്ടനാണെങ്കിൽ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരു സകലകല വല്ലഭനാന്ന് പറയാം. ഒരു ചെറിയ രീതിയിൽ എന്നാ വെച്ചാൽ പാട്ട് പാടും, നല്ലതായിട്ട് വരയ്ക്കും അല്ലേ? ഇതൊക്കെ ഞാൻ പറയുന്നത് നേരല്ലേ? അന്നേരം നമുക്ക് ചിരിക്കാൻ നോക്കും, പാട്ട് കേൾക്കാൻ നോക്കും, പേപ്പർ തന്നാ വരയ്ക്കാൻ നോക്കും. നമുക്ക് ഈ പാരമ്പര്യമായിട്ട് കിട്ടുമെന്നൊക്കെ പറയുവേ. പക്ഷേ ചേട്ടൻ ഇങ്ങനെ ഈ റെസിപ്പി തന്നെ എനിക്ക് പാചകം ഒത്തിരി ഇഷ്ടമാണ്. അന്നേരം അമ്മച്ചിമാരും അമ്മയും ഒക്കെ പറഞ്ഞു തന്നനുസരിച്ച് നമ്മളീ മുന്നോട്ട് പോകുന്നേ. ചേട്ടന് ശരിക്കും ഈ നർമ്മബോധം എവിടുന്നാ വന്നേ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മ ഭയങ്കര കോമഡി ആയിട്ടുള്ള സംസാരമാണ്. നല്ല അടിപൊളിയായിട്ട് പറയും. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലൊരാൾ വന്ന് നമ്മളിത് അമ്മയെടുത്ത് സംസാരിച്ചിട്ട് പോയാൽ പിന്നെ നമ്മൾ വരുമ്പോൾ നമ്മളടുത്ത് അവർ സംസാരിച്ച സ്റ്റൈലിൽ നമ്മളടുത്ത് സംസാരിക്കത്തുള്ളൂ. ആര് സംസാരിച്ചാലും ശരി. ഈ ഞാനൊരു കാര്യം ചോദിച്ചു, എപ്പോഴും സ്റ്റേജിൽ കാണുന്നത് ഒരു കള്ളുകൂടിയന്റെ വേഷത്തിലാണ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ടു ദ കോർ, അത്രയും പറയാം. നമുക്ക് ഇങ്ങനെ മാറ്റി നിർത്തണ്ട. ഇത് എവിടുന്ന് ഈ കണ്ടേക്കുന്ന ഈ ക്യാരക്ടറിനെ പോലും കണ്ടിട്ടുണ്ടോ? പിന്നെ അതെ, ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടുള്ളത് നമ്മളടുത്ത ഒന്ന് രണ്ട് ആൾക്കാരെ എല്ലാവരുടെയും കൂടെ കൂട്ടിച്ചേർത്തുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത്. ഇതുവരെ ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂവിൽ ഞാനിത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് ആദ്യമായിട്ട് ഇവിടെ നമ്മളെ ആദ്യമായിട്ട് തുറന്ന് പറയുന്നത് സത്യം. അതായത് കള്ളുകൂടിയൻ ഞാൻ ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ അപ്പൻ സൂപ്പർ അടിയായിരുന്നു. കീടെ ജോസഫ് എന്ന് പറയും, കരപ്പായ ജോസഫ് എന്നറിയപ്പെടുന്നത്. ജോസഫ് എന്ന് അപ്പനെ നല്ല കറുത്ത. അപ്പോൾ അപ്പനെ കറുപ്പായ 1-2 ജോസഫ്മാരുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ. അതുകൊണ്ട് ഓരോരുത്തർക്ക് അറിയാൻ ഓരോ അപ്പോൾ അപ്പനെ കരപ്പായ ജോസഫ് എന്ന് വിളിക്കണം. അപ്പം മേശിരിപ്പണിയായിരുന്നു അപ്പൻ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അടിക്കും. അടിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ആരോട് പ്രശ്നത്തിനൊന്നും പോകുന്നില്ല. വീട്ടിൽ മാത്രമേ ഉള്ളൂ വിപ്ലവം, വെളിയിലൊന്നും പ്രശ്നമില്ല. അമ്മ എടുത്ത് മാത്രം വന്ന് വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ പല്ലക്കടിച്ച് കളക്കടിക്കും.
അല്ലെ വേറെ രാവിലെ 7:30 അപ്പം മണിക്ക് പോകും, വൈകിട്ട് 8 മണിയൊക്കെ 8:30 ആകുമ്പോൾ അപ്പം വരും. പക്ഷെ 8 ആകുമ്പോൾ വരുമ്പോൾ അപ്പം ദൂരത്ത് വരുമ്പോഴേ നമുക്കറിയാം അപ്പം വരുന്നെന്നുള്ളത്. അപ്പോൾ ഒരു വിഷയമില്ലെങ്കിൽ അപ്പം കാത്തിരിക്കും, ഒളിഞ്ഞു നിൽക്കും, എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്നിങ്ങനെ. അപ്പനെ രസിക്കാത്ത എന്തെങ്കിലും കേൾക്കാൻ വേണ്ടി അവിടെ മാറി നിൽക്കും. എന്നിട്ട് അത് കേട്ടിട്ട് അപ്പനെ വരും അതും പറഞ്ഞിട്ട്. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഞാനിവിടെ വന്നപ്പോൾ ഇത്രയും പരിഗണനക്കേണ്ട കാര്യം ഉണ്ടാവണേ, ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നും പറഞ്ഞത് ആ ഒരു പോയിട്ട് പിടിച്ച് തുടങ്ങും. എന്നിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കി എടുത്തിട്ട് അമ്മ ഒന്നും വിടത്തില്ല. അമ്മ ഈ മുറിയിൽ നിന്ന് ആ മുറിയിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ കസര ഒരു ഇരിപ്പുണ്ട്. അപ്പം കാല് മടക്കി ഇങ്ങനെ പിടിച്ചത്, കാല് മടക്കി ഇങ്ങനെ പിടിക്കും. ഇത് പണ്ടത്തെ പ്ലാസ്റ്റിക് കസര ഉണ്ടല്ലോ ഇങ്ങനെ റൗണ്ട് ഉള്ളത്, ഇങ്ങനെ അത് അതിലിങ്ങനെ ഇരിക്കും. സൈഡിലിങ്ങനെ പൂ ഉള്ളത് അറിയാമല്ലോ, കമ്പി വെച്ച് അതിലിങ്ങനെ ഇരിക്കും. അമ്മ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് നോക്കിയിട്ട് അപ്പം ഞാനിവിടെ നിൽക്കുമായിരിക്കും. ഞാനിച്ചിരി ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി കുരുത്തക്കിടക്കുള്ള നമ്മളെ എന്താ പറഞ്ഞാൽ നമ്മൾ പ്രത്യേക സ്നേഹമാണ്. അമ്മ അങ്ങോട്ട് പോകുമ്പോൾ അമ്മ ഇങ്ങോട്ട് പോകുമ്പോൾ അമ്മ മൈൻഡ് ചെയ്യാൻ നടക്കും. ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇത്രയും പറഞ്ഞിട്ട് അമ്മ മൈൻഡ് ചെയ്യാൻ പോകുന്നതന്നെ. ഇവൾ ഒറ്റ ഒരുത്തി അതിനെല്ലാം കാരണക്കാരി കേട്ടോ ഒന്ന് അപ്പം കുടിക്കുന്നതിന് മനസ്സാ വാച അറിയാത്ത അമ്മ എന്ന് പറയാ ഇത് അമ്മ ഒറ്റ ഒരുത്തിയായ കാരണക്കാരൻ അപ്പനെ കുടിക്കുന്നത്. ഒരുപാടങ്ങായി കഴിയുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോൾ ഏറ്റവും വലിയ ദേഷ്യം അമ്മയാണെങ്കിൽ എന്താണ് അമ്മ ഇപ്പോൾ അപ്പനാണ്. അപ്പനെ കൂടെ തിരിഞ്ഞിരിക്കുമ്പോൾ മുന്നേ കൂടെ വരത്തില്ല, പുറകെ കൂടെ വന്നിട്ട് അതിനകത്തെല്ലാം ഉണ്ട് കാണിച്ചു അത്രേ ഉള്ളൂ. പുറകെ കൂടെ വന്നിട്ട് ഇതാണ് അമ്മയുടെ പരിപാടി. അങ്ങനെ ഞാൻ എന്നിട്ട് പറഞ്ഞു തന്നില്ലല്ലോ. എന്നിട്ട് ഞാൻ ഇപ്പം നമുക്കൊരുമാതിരി ബോധമായി തുടങ്ങിയ പോലെ അപ്പൻ്റെ ഈ പ്രകടനം കാണുന്നില്ല, നമ്മൾ അപ്പം കുടിക്കുന്ന ഈ ഡയലോഗുകൾ. അപ്പം ഞാനത് അപ്പനങ്ങ് പോയി കഴിയുമ്പോൾ ഞാൻ അമ്മ എടുത്ത് അമ്മ അങ്ങോട്ട് പോകുമ്പോൾ നീ ഒറ്റ എഴുതിയാണ്ടി ഇന്നെല്ലാം കാണാം. അമ്മ അങ്ങോട്ട് അങ്ങനെ അത് കണ്ട് അപ്പം പോകുമ്പോൾ അങ്ങനെ അനുകരിക്കും. അങ്ങനെ പഠിച്ച് പിന്നെ വേറെ കക്ഷി എന്തെങ്കിലും പറയാനായിട്ട് വരും. പുള്ളിയുടെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാനായിട്ട് വന്നാൽ നമുക്കൊന്നും ഇപ്പം പറയും, പക്ഷെ പറയത്തില്ല. അത് പുള്ളി ഇങ്ങനെ വരും ഇങ്ങനെ. ഇപ്പോൾ ഇവിടെ സംസാരിച്ചിട്ടിരിക്കുന്നു, ദീപയുടെ സംസാരിച്ചിട്ടിരിക്കുന്നു. ആലീസ് എന്നാണ് പേര് കേട്ടോ, ദീപ എന്ന് വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ ദീപയുടെ സംസാരിച്ചിട്ട് ദീപ ഞാൻ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ അതുമില്ലേ നീ പറഞ്ഞ മനസ്സിലായി. നമ്മുടെ അടുത്ത് പറയത്തില്ല സംഭവം, നമുക്കൊന്ന് ഇപ്പം പറയുന്നു. അവൻ അത് പോകും. നമ്മളിങ്ങനെ നിൽക്കിപ്പോൾ പറയുന്നു പറഞ്ഞു. അതാണ് പുള്ളിയുടെ ഒരു ആക്ഷൻ. പിന്നെ ഒരു ആൾ പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ സംസാരിക്കും. നമുക്ക് അവിടെ വരെ പോകണ്ടായോ, അവിടെ കല്യാണ വീടല്ലോ, നമുക്ക് അവരുടെ പോയില്ലെങ്കിൽ മോശമല്ലേ, ഇല്ല അത് അവരെന്ത് വിചാരിക്കും അന്ന് പറയും, സാധാരണ പറയുന്നത്. കഴിച്ചു കഴിയുമ്പോൾ കഴിച്ചില്ലെന്ന് അറിയിപ്പിക്കാൻ വേണ്ടി പിന്നെ അച്ചടി ഭാഷയെ ഉപയോഗിക്കത്തുള്ളൂ. മനസ്സിലായോ? പുള്ളി പറയാതെ പിന്നെ അവിടെ നമുക്കവിടെ പോകണ്ടായോ, അത് കല്യാണം വീടില്ല, നമുക്ക് പോയില്ലെങ്കിൽ മോശമല്ലേ, ഇങ്ങനെ സാധാ സംസാരിക്കുന്ന ആൾ കഴിച്ചില്ലെന്ന് അറിയിക്കാൻ വേണ്ടി അച്ചടി ഭാഷ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കഴിച്ചെന്ന്. അപ്പോഴേ മനസ്സിലാവും. അപ്പം ഇങ്ങനെ എൽസ അവിടെ കല്യാണമല്ലേ, നമുക്കവിടെ പോകേണ്ടേ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓ ഇത് അങ്ങനെ 1-2 പേരുടെ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് പിന്നെ അപ്പൻ്റെ ഈ കളുടിയനകത്ത് ചേർത്ത് അങ്ങനെയാണ് നമ്മൾ തുടങ്ങി ചെയ്തത്. ചേട്ടാ പിന്നെ ഈ ഗൾഫിൽ യാത്ര ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആയിട്ട് സ്റ്റേജിൽ കയറിയതും അതൊക്കെ ഒന്ന് പറഞ്ഞേ. അവിടെ ഏതാണ്ട് ഒരു സായിപ്പിനെ പിടിച്ച് വഴക്ക് പറഞ്ഞല്ലേ? സാഹിബ് അവിടെ വെച്ചല്ല വഴക്ക് പറഞ്ഞു, എംബസി വെച്ച് വഴക്ക്. അത് ഞാൻ അമേരിക്കയിൽ പോകാനായിട്ട് ഇൻ്റർവ്യൂവിന് ചെന്ന്. അപ്പോൾ ഞങ്ങളെ വിളിച്ച സ്പോൺസർമാർ ഞങ്ങളെ തലേന്ന് മദ്രാസിൽ വിളിച്ചിട്ട് ഞാൻ ക്ലാസ്സൊക്കെ തന്നു. ഞാനുണ്ട് സുഭാഷ് എന്ന എൻ്റെ ഒരു കൂട്ടുകാരനാണ്, മരിച്ചു പോയി, ഈ ഇടയ്ക്ക് മരിച്ചു. അവനും ഞാനും ഉണ്ട്, പിന്നെ ഉല്ലാസുണ്ട്, ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ക്ലാസ് തന്നു. അവിടെ ലാൻഡ് ചെയ്യുന്ന എയർപോർട്ടിൻ്റെ പേര്, താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര്, പ്രോഗ്രാം ചെയ്യുന്നത്, ഓഡിറ്റോറിയത്തിൻ്റെ പേര്, അതെല്ലാം പിന്നെ മൊത്തം ക്ലാസ് നിന്ന് ഞങ്ങളെ വിട്ട്. ഒരു കാര്യം മാത്രം അവർ ഓർത്തില്ല, ഞങ്ങൾ ഓർത്തില്ല, ആരും ഓർത്തില്ല. വാർഷിക വരുമാനം ചോദിക്കും അവിടെ. അത് ഓർത്തില്ല, ആരെങ്കിലും പോയി ശ്രദ്ധിച്ചായിട്ട് വാർഷിക വരുമാനം ചോദിക്കും. ഞാനിങ്ങനെ ഫ്രണ്ടിലിരിക്കുന്നത്, എൻ്റെ ഫ്രണ്ടിൽ നിന്നത് വില്യം എന്ന് പറയുന്നത്, ഗിറ്റാർ വായിക്കുന്നത്, നല്ല ക്രില്ലായിട്ട് വായിക്കുന്നത് അവനെ. അപ്പോൾ അവൻ ഫ്രണ്ടിലൂടെ ചെന്ന്, അപ്പോൾ ഞാൻ തൊട്ട് ബാക്കിലിരിക്കുക. അപ്പോൾ ഇത്ര അകലമുണ്ട്. അവനവിടെ ചെന്നിട്ട് സംസാരിക്കുക, എനിക്ക് കേൾക്കാം. ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് എന്താ നമ്മൾ ടെൻഷനാണല്ലോ, അവിടെ മിണ്ടാനൊക്കത്തില്ലല്ലോ, പോയിട്ടില്ലേ അവിടെ. അപ്പം മിണ്ടാനൊക്കത്തില്ല. നമ്മൾ ആവശ്യമില്ലാത്തൊരു നോട്ടം ഇങ്ങനെ നോക്കിയാൽ നമ്മൾ റിജക്റ്റ് ചെയ്തു, നമ്മൾ വിസ അത്രയ്ക്ക് നമ്മൾ നോക്കാൻ പോലും പറ്റില്ല. അപ്പോൾ
ഞാനിങ്ങനെ ശ്രദ്ധിച്ച് അവനെന്തോ പറയുന്നത് ഇങ്ങനെ ഇപ്പം അവൻ്റെ അടുത്ത് ചോദിക്കുന്നു വാർഷിക വരുമാനം എത്രയാണ്. അപ്പോൾ അവൻ പറഞ്ഞ 5 ലക്ഷം രൂപ. അപ്പം ഞാൻ 5 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം അവനുണ്ടോ ഞാനിങ്ങനെ ചിന്തിച്ചേ. അപ്പോൾ ഇതിലെന്തെങ്കിലും കാണുന്നു എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ചിന്തിച്ച് അവസരപ്പാവ് എന്ന ബുദ്ധിയാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ ചിന്തിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നമുക്കെല്ലാത്തിനും കൂട്ടി അവസരപ്പാവാം. പിന്നെ ഞാനത് അങ്ങനെ വിചാരിച്ചിട്ട് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു പേര് അങ്ങനെ സംഭവം എന്തിനു പോകുന്നത്. ഞാൻ പറഞ്ഞു കോമഡി. അറിയത്തില്ല കോമഡി. വളരെ മര്യാദ നിൽക്കുക, മിണ്ടാക്കത്തില്ലല്ലോ. അപ്പോൾ മലയാളത്തിൽ പറഞ്ഞ ഒരാളുണ്ടല്ലോ വാർഷിക വരുമാനം ചോദിച്ചു. ഞാൻ എന്തായാലും പെട്ടെന്ന് 4 ലക്ഷം രൂപ കയറ്റം കൂടെ അടിച്ച് അവനത് കേട്ടില്ലേ, അതുകൊണ്ട് 4 ലക്ഷം രൂപ. 4 ലക്ഷം. ഓക്കെ, എന്തിനാ പോകുന്നത്? കോമഡി. എന്തിനാ ചോദിക്കുന്നത്? കോമഡിയിൽ എന്തോ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു സ്കിറ്റിൽ എന്തോ ചെയ്യുന്നത്? കള്ളുകൂടിയുണ്ട് കാണിക്കാൻ പറഞ്ഞു. ഞാൻ സായിപ്പിനെ ഒന്ന് കേട്ടു. ഞങ്ങൾ ആദ്യം തന്നെ എല്ലാവരും കേട്ടോ, എല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ നോക്കുക. അവിടെ എത്ര ഒച്ചത്തിൽ സംസാരിക്കത്തില്ലല്ലോ. ഞാൻ എന്തുവാണ് ഇത്രയും പറയാനെന്തുവാ, ഞങ്ങൾക്ക് മനുഷ്യൻ്റെ വിട്ടാൽ മതിയുള്ളൂ, അല്ല പിന്നെ എന്തുവാ ഞാൻ ഇയാളെ കാല് പിടിക്കാൻ പറ്റുന്നു ഉണ്ടാക്കുന്നു. ഞാൻ എന്നെ അടിച്ചെണ്ണാ മതിയുള്ളൂ. ഇംഗ്ലീഷിൻ്റെ ഒരൊറ്റ വാക്കുപോലും ചേർത്തില്ല, എല്ലാം മലയാളത്തിൽ തന്നെ കാച്ചി കൊടുത്ത്. അത്രയും മുഖത്ത് നോക്കിയാൽ പറഞ്ഞപ്പോഴും സായിപ്പ് അടിച്ചമ്മ വിസ അടിച്ചമ്മടായിട്ടുണ്ട്. മലയാളികൾ എവിടെ എനിക്ക് എവിടെ പറയാം, ലോക മലയാളികളിൽ ഞാൻ മാത്രമേ ഉള്ളൂ സായിപ്പിൻ്റെ മുഖത്ത് നോക്കി എനിക്ക് സൗകര്യോടെ തന്നാൽ മതി വിസ മേടിച്ചത്. അവിടെ ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റില്ല. ശരിയല്ലേ? എന്നിട്ട് ഈ പിന്നെ എൻ്റെ കുറേ ബാക്കി എൻ്റെ കൂട്ടുകാരൻ സുഭാഷ് മരിച്ചുപോയി. അവന് ഈ സംഭവം ഒന്നും അറിയുന്നില്ല, ഭാഷ മനസ്സിലായിട്ടൊന്നും അറിയുന്നില്ല. എവനെങ്കിലും നോക്കുമ്പോൾ സാഹിപ്പിനെ വഴക്ക് പറയുന്നത് അതൊക്കെ അവന് ഇങ്ങനെ അവന് മനസ്സിലായി അഭിനയിക്ക് വന്ന്. അപ്പോൾ ഇവൻ ശുദ്ധന, അവനൊന്നും അറിയത്തില്ലല്ലോ. ഇവൻ ചെന്ന് നിന്ന് സാഹിപ്പിൻ്റെ അടുത്ത് നിന്ന് സാഹിബ് ചോദിച്ച് വാർഷിക വരുമാനം എത്രയാണ്? അവൻ പറഞ്ഞ് 2500 രൂപ. 2500 രൂപ. അപ്പോൾ അല്ല മലയാളി അപ്പോൾ ഹലോ സാഹിബ് മാസവരുമാനമല്ല വാർഷിക വരുമാനമാണ് ചോദിക്കുന്നത്. 2500 രൂപ. 2500 രൂപ. അപ്പോൾ തറതട്ടിരിക്കും 2500 രൂപ എന്ന് പറഞ്ഞു. ഓ ശരി, പിന്നെ രക്ഷയില്ലല്ലോ. മറ്റേ ആൾക്ക് 70 ശ്രമിച്ച് അവനെ കുടിച്ചിട്ട് കയറ്റിച്ച് പറയിക്കാൻ മാസവരുമാനം അല്ല അങ്ങനെ കുറേ പറഞ്ഞു കൊടുത്തിട്ട് ഇവൻ പറയുന്നില്ല. അവസാനം റിജക്റ്റ് അടിച്ചവന്, ഇവന് മാത്രം. ബാക്കി ഞങ്ങൾക്ക് എല്ലാം അടിച്ച്. അപ്പം നമുക്ക് സങ്കടമില്ലേ? നമ്മൾ ആ സങ്കടത്തോടെ ഇവനോട് ചെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞ ഡയലോഗ് കേട്ടണം. സങ്കടത്തോടെ ഞങ്ങൾ പറഞ്ഞു സുഭാഷേ എന്തളിയാ ഇങ്ങനെ എന്തളിയാ കഷ്ടമായി പോലെ നിനക്ക് മാത്രമേ അടിച്ചില്ല. നീ എന്താ വാർഷിക വരുമാനത്തിൽ കൂട്ടി പറയുന്നത്? ഞങ്ങളെല്ലാം കൂടി പറഞ്ഞാൽ നമ്മളെല്ലാം ഉള്ളതിൽ കൂട്ടിയല്ലേ പറഞ്ഞത്, അങ്ങനെ പറയാനെന്താ നീ? അളിയാ അതെ ചിരിച്ചോടെ പറയത്തില്ല, അത് സങ്കടമൊന്നുമില്ലല്ലേ? അതെ അളിയാ, ഈ നമ്മൾ ഈ സർക്കാർ ഓഫീസുകളിലൊക്കെ നമ്മൾ വാർഷിക വരുമാനം താത്ത് പറയുമ്പോൾ ആനുകൂല്യം കിട്ടുമല്ലോ. ആനുകൂല്യം കൂടുതൽ കിട്ടുമല്ലോ. ഞാൻ അതാ താത്ത ഞാൻ വിചാരിച്ചു അവരെന്നെ കൊണ്ട് പിന്നെ കള്ളം പറയിപ്പിക്കാനായിട്ട്, അതാ കൂട്ടി സത്യം പറയിപ്പിക്കാനായിട്ട് കൂട്ടി പറയുമ്പോഴേ അങ്ങനെ ശ്രമിച്ചെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ നിന്നു. 2000 കുറഞ്ഞ് തന്നെ പറഞ്ഞുകൊണ്ട് നിന്നതിനാണ് എനിക്ക് ആനുകൂല്യം കിട്ടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവന് മാത്രം കിട്ടും. സങ്കടം അവൻ തിരിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ, എന്ത് പറഞ്ഞാലും ചെയ്യത്തേ ഉള്ളൂ. പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള സംഭവം പറയാം. ഞാൻ പടം വരയ്ക്കുന്നുണ്ട്, എൻ്റെ നല്ല ഹാൻഡ് റൈറ്റിങ് കേട്ടോ. ഹാൻഡ് റൈറ്റിങ് നല്ല അടിപൊളിയായിട്ട് എഴുതുന്നില്ല. മലയാളമായാലും എഴുത്തും വരപ്പൊക്കെ ഉണ്ട് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ബാക്കിലെ ബെഞ്ചിൽ അങ്ങ് അറ്റോ ഞാൻ മൂലയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു സാറുണ്ടായിരുന്നു, വെങ്ങാരക്കുറുപ്പ് എന്ന സാറിൻ്റെ പേര്. പുള്ളി വരും, പുള്ളി ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. ഒരു ശല്യവും ചെയ്യരുത്. ബാക്കി എന്ത് ബഹളം വെച്ചാലും അങ്ങാർക്ക് പ്രശ്നമില്ല. ഞങ്ങളെ ശ്രദ്ധിക്കത്തതേ ഇല്ല. ഞങ്ങളെ ബാക്ക് ബെഞ്ച് 2 ബെഞ്ച് ശ്രദ്ധിക്കത്തതേ ഇല്ല. എന്ത് അവിടെ ചുമ്മാ ഇരുന്നിട്ട് ശല്യം ചെയ്യും, ഉറക്കെ സംസാരിക്കുക, അത് മാത്രമേ ഉള്ളൂ. പുള്ളി ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന മോണിറ്റർ ലീഡർ അങ്ങനെ കുറേ 2 പിള്ളേരുണ്ട്, അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഞങ്ങളെ
ആ പാവത്തോടെ അങ്ങനെ നോക്കത്തില്ല എന്നിട്ട് ഇതേപോലെ എന്നിട്ട് പെൺപിള്ളേരെ കൂട്ടിൽ കൊണ്ടൊരു 4-5 ഇങ്ങനെ 2 ലൈനിലെ ബന്ധം അവരെയും പഠിപ്പിക്കും, ചോദിക്കും, വരുമ്പോഴേ അവരോട് ചോദ്യം ചോദിക്കും തലേദിവസത്തെ. എന്നിട്ട് പുള്ളി അവരെ പഠിപ്പിക്കും, ബോർഡിൽ എഴുതിയിട്ടും പഠിപ്പിക്കും. ഇത് ചെയ്യും. ശല്യം ഉണ്ടാക്കാൻ അത് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം പുള്ളി വന്നപ്പം ഞങ്ങൾ 2 പേരും ഭയങ്കര ബഹളം. അത് സഹിച്ചില്ല. അങ്ങനെ ബോർഡിൽ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടുണ്ട്. അത് എഴുതാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഭയങ്കര ബഹളം. അന്നേരം ദേഷിച്ച് ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ ബെഞ്ചിൽ എല്ലാവരും ബുക്ക് ആരും എഴുതിയിട്ടില്ല. ഞങ്ങൾ എഴുതിട്ടില്ലല്ലോ. അതെല്ലാം അടിക്കോ, അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ആ ബെഞ്ച് മൊത്തം അടിച്ച്. ഇപ്പോഴത്തെ ബെഞ്ച് അങ്ങോട്ട് വന്നാൽ ഞാൻ ഇരിക്കുന്നത്. എന്നെ ഇവിടെ അടിക്കുക. ഇവിടുന്ന് എൻ്റെ ബെഞ്ചിൽ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് എൻ്റെ അടുത്ത് കുട്ടീനെ വിളിക്കത്തില്ല, എടാ പോണെന്നും വിളിക്കത്തില്ല. അങ്ങനെ കുട്ടീനെ വിളിക്കും. എഴുതിയ കുട്ടിയെന്ന് ഞാൻ പറഞ്ഞു എഴുതിയിരുന്നു കാണിക്കാൻ പറഞ്ഞു. ബുക്ക് എടുത്ത് കാണിച്ചു. അങ്ങനെ ഇങ്ങനെ നോക്കി എന്നെ നോക്കും. മോണ്ടറിനേക്കാൾ കിടിലം ഹാൻഡ് റൈറ്റിങ് അടിപൊളിയായിട്ട് എഴുതി വെച്ചേക്കുന്നത് ഞാൻ. കിടിലായിട്ട് എഴുതിയേക്കുന്നില്ല. അങ്ങനെ ഇങ്ങനെ നോക്കും. കുട്ടി എന്താ ഇവിടെ എന്നോട് ചോദിക്കുക. ഞാൻ അന്നേരത്തെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞത് സാറേ അത് നീളക്കൂടുതലായതുകൊണ്ട് തന്നെ ബാക്കിൽ വേണ്ട. ഇനി 2ാമത്തെ ബെഞ്ചിൽ, അതായത് എൻ്റെ ഫ്രണ്ടിലെ ബെഞ്ചിൽ ഇങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ പീരീഡ് അവിടെ ഇരുന്നാൽ മതി. ഞാൻ പറഞ്ഞു ശരി സാറേ. എന്നിട്ട് എൻ്റെ കഷ്ടകാലം നോക്കണം. അന്ന് പോലും ഞാൻ പിന്നെ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ പീരീഡ് അവിടെ വന്നിരിക്കും. അപ്പം അങ്ങനെ ഒരു താളമുണ്ട്. ഈ അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ എൻ്റെ ഫ്രണ്ടിലെ ബെഞ്ചും ആ 2 ബെഞ്ചിലും നോക്കി കഴിഞ്ഞിട്ട് പെൺപിള്ളേരുടെ അടുത്തുള്ള ചോദിച്ചിട്ട് പിന്നെ എന്നോടുകൂടായി. എൻ്റെ കഷ്ടകാലത്തിന് ഇതിനെന്നെ അങ്ങനെ ചോദിച്ചു എവിടെ വീട് എവിടെ? ഞാൻ പറഞ്ഞു പള്ളിച്ചന്ത. പള്ളിച്ചന്തല്ലേ? ഞാൻ പറഞ്ഞു അലക്സാണ്ടറിൻ്റെ അനിയനാണ്. ഞങ്ങളെ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായതാവുന്നു 10ാം ക്ലാസ്സിൽ. അധ്യാപകൻ തന്നെ മരിച്ചു പോയിരുന്ന പുള്ളി. അലക്സ് തന്നെയാണോ? ഞാൻ പറഞ്ഞു അതെ. കാരണം നിരാശയായി പോയി. ഇത്രയും നാൾ ഈ കുട്ടിയെ ഞാൻ കണ്ടില്ലല്ലോ എന്ന്. ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ചെളിയിലായി കിടന്ന കുട്ടിയെ ഞാൻ കണ്ടില്ലല്ലോ, അകപ്പെട്ട് കിടന്ന ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ എന്നുള്ള ആ ദുഃഖമാണ്, നിരാശ, അങ്ങനെ ഭയങ്കര ദുഃഖം. അങ്ങനെ അന്ന് മുതൽ പിന്നെ എന്നെ ശ്രദ്ധിക്കുക. ഇവിടെ ചോദിച്ചു എന്നോട് ലാസ്റ്റ് എന്നോട് ചോദിക്കും. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ എന്നെ പേടിയാണ്. ഇങ്ങനെ കുത്തുമാരും കുത്തിന് പറയും. അപ്പോൾ അമ്മമാർ പറഞ്ഞു ബിൽഡിംഗ് വാക്ഷൻ ഇതാ പറഞ്ഞ് എനിക്ക് പറഞ്ഞു തരും. അപ്പം ഞാൻ ബിൽഡിംഗ് വാഷിൻ്റെ ഇങ്ങനെ ഒരുമാതിരി ചെയ്തിട്ടാണ് പാക്കും. ഞാൻ എന്നിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ഇരിക്കും. എന്നിട്ട് ഇന്ന് കാണിച്ചിങ്ങനെ ശരിയാകത്തുള്ളൂ. എന്നിട്ട് സാറ് വരുമ്പോൾ പറയും കുട്ടി വില്ലേണ്ടൽ ആക്ഷൻ ദി ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ ബാക്കി അങ്ങനെ ബാക്കി കൂട്ടി എല്ലാം സഹായിക്കുക. എന്നെ ബാക്കി ഇങ്ങനെ സഹായിച്ചു തരും. അങ്ങനെ അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അപ്പം നമ്മൾ കുറച്ച് പറഞ്ഞാൽ മതി, ബാക്കി അങ്ങനെ പറഞ്ഞോളൂ. അങ്ങനെ ആ സാറ് എന്നെ ഇങ്ങനെ കൊണ്ടുപോവുക. ഞാനും ഇങ്ങനെ ഒരു കണ്ണി പൊടിയിട്ട് ഇങ്ങനെ പോയി. എനിക്കത് ഒരു തൊപ്പി അറിയത്തില്ല, അതല്ലേ സത്യം. ഞാനിങ്ങനെ പോയി എൻ്റെ ദൈവമേ ലാസ്റ്റ് എന്തിനേറെ പറയണം. ഒരു ദിവസം പുസ്തകം വായിച്ചിട്ട് പുസ്തകത്തിൽ ലാസ്റ്റ് കുറേ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് വായിച്ചിട്ട് മേളിൽ നിന്ന് കണ്ണിക എന്നുണ്ട്. അപ്പോൾ അടത്തിൽ നിന്ന് ഉത്തരം നമ്മൾ പറയണം. അത് ഗ്രാമറൊക്കെ ചേർക്കണം, ഈസും മാസും ഒക്കെ ചേർക്കണ്ടേ. എനിക്ക് കണ്ടറിയാവും. ഞാൻ യൗമാരോട് എത്ര ഇല്ല അവിടെ ചോദിച്ചു ലാസ്റ്റ് എന്നോട് എനിക്കറിയാം. അപ്പോൾ ഇവിടെ ചോദിച്ച സമയം പോലെ അവനെ കുത്തി അഞ്ചോളാം യവൻ പറഞ്ഞിട്ട് എൻ്റെ തരത്തിൽ എനിക്ക് കയറുന്നില്ല. ഈ ഗ്രാമർ ചേർത്ത് പറയാൻ കിട്ടുന്നില്ല. ഞാനങ്ങനെ ക്ഷമിച്ചിങ്ങനെ നിൽക്കുക. ഇന്ന് പോക്കാന്ന് എനിക്കറിയാം. ഞാനിങ്ങനെ നിൽക്കുക. ഇങ്ങനെ നിന്നപ്പോൾ അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് കുട്ടി എടുത്ത ഇന്ന് പിടിപെട്ടിരുന്നിട്ട് ഇങ്ങനെ എന്നിട്ട് വായിക്കും. എൻ്റെ ചേട്ടൻ കുറേ ഇംഗ്ലീഷ് വായിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യനൊക്കെ ഉത്തരം വായിക്കും. ഞാൻ പുസ്തകത്തിന് വായിക്കോട്ടെ. ഇങ്ങനെ നിൽക്കുക. വായിക്കോട്ടെ. അറിയത്തില്ല. മുഖത്തൊക്കെ പറഞ്ഞാൽ അറിയത്തില്ല. ആ ഒരൊറ്റ അറിയത്തില്ലേൽ അങ്ങാർക്ക് മനസ്സിലായി എൻ്റെ മുഖത്ത്. ആ ഒരൊറ്റ പറച്ചില്ല അങ്ങാർക്ക് മൊത്തം കാര്യങ്ങളും പിടിയിടുന്നത്. അന്നേരം പുള്ളി എന്നെ ഇങ്ങനെ നോക്കിട്ടു ഇരുന്നു. ഞാനങ്ങ് ഇരുന്ന്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അധ്യാപന ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് നീ പഠിക്കുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചത്. ഞാനൊന്നും മിണ്ടായെങ്കിൽ 5 മിനിറ്റ് മിണ്ടാതിരുന്നാ മതി. ഞാൻ ആഹാരം വിളമ്പാൻ പോവാ, എനിക്ക് റെസ്റ്റ് വേണം. ബാക്കി ഞാൻ ചേച്ചിയോട് ചോദിച്ചാലേട്ടാ.
ഒരു വ്യത്യാസം വെച്ചിട്ട് എന്നാന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇടിയപ്പം പ്രത്യേകവും മട്ടൻ കറിയൊക്കെ പ്രത്യേകമായിട്ടല്ലേ കഴിക്കുന്നത്. അന്നേരം ഒരു സ്റ്റാർട്ടർ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിന്നറിനോ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ചെയ്യില്ലേ. നാടൻ ഭക്ഷണമാണെന്നോ ചേച്ചി കൂടുതലും പുതിയതായിട്ട് ചെയ്യുന്ന ഇതൊക്കെയുണ്ട്? നമുക്ക് ഇതുവരെ ചെയ്തു വരുന്ന ആഹാരങ്ങളുണ്ടല്ലോ, ഇഡ്ഡലി, ദോശ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ചോറ്, കറികൾ, അങ്ങനെയൊക്കെയുള്ള ഇപ്പം നമ്മൾ തോരൻ, അങ്ങനെയുള്ള അതൊക്കെ വൃത്തിയായിട്ട് പുതിയതായിട്ടൊന്നും ഇല്ല. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ കുക്കറി ഷോയിൽ കാണുന്നതൊക്കെ ചിലപ്പോൾ ചെറുതായിട്ട് പരീക്ഷിച്ച് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി. എന്റെ പൈസയും പോകാറുണ്ട് ഹോസ്പിറ്റലിൽ പരീക്ഷിക്കുന്ന ദിവസമല്ല. എന്തായാലും കുറെ നേരമായിട്ട് മിണ്ടായിരിക്കില്ല. ഞാൻ പിള്ളേരുടെ കാര്യമൊക്കെ എന്ന് പറഞ്ഞേ. പിള്ളേരുടെ മോൻ 8th പഠിക്കുന്നു. മൂത്തത് മോന്റെ പേര് ജോസഫ് മാർട്ടിൻ, മോളുടെ പേര് ജെനിഫർ മേരി. മോള് 4th പഠിക്കുന്നു. സെയിം സ്കൂൾ അല്ല, രണ്ട് സ്കൂൾ. ചേച്ചിയുടെ വീട് എവിടെയാ? എന്റെ വീട് കൊല്ലത്ത്. കൊല്ലത്താന്ന്. എന്റെ ശൂരനാട് കൊല്ലം ഡിസ്ട്രിക്ട് ശൂരനാട്. ഇവര് കടപ്പാക്കട, കൊല്ലം. ഞാൻ അവിടെയൊക്കെ വന്നിട്ടുണ്ട്. 35 കിലോമീറ്റർ വ്യത്യാസം. ഈ ബേസിക്കലി ഇപ്പൊ ചെയ്ത സ്കിറ്റിലെല്ലാം ചെയ്യുമ്പോ കള്ളുകുടിന്റെ ആണ് ഏറ്റവും കൂടുതലും ചെയ്തേക്കുന്നത്. അപ്പൊ ഓഡിയൻസിന്റെ ഇടയിലോ ഇയാൾ കള്ളു കുടിക്കുന്ന ആളായിരിക്കും എന്നൊരു ഇമേജ് വരികയാണ്. ഇമേജ് അങ്ങനെ മിക്കവാറും എല്ലാ ആൾക്കാർ ചോദിക്കും കള്ളു കുടിച്ചിട്ടാണോ ചെയ്യുന്നത്, കള്ളു കുടിച്ചിട്ടാണോ ചെയ്യുന്നത്. അപ്പോൾ ഞാനതിനും ചിരിച്ചങ്ങ് വിടത്തേ ഉള്ളൂ. എന്താ ഞാൻ കള്ളു കുടിക്കുന്നതായിരുന്നു. അപ്പോൾ പിന്നെ ഇതിനെ കള്ളം പറയുന്നത് കള്ളു കുടിക്കാതെ ചെയ്യുന്ന ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ കഴിക്കത്തില്ല, അല്ലാതെ ഞാൻ കഴിക്കുമായിരുന്നു. ഒരുമാതിരി നല്ലപോലെ കഴിക്കുമായിരുന്നു. എനിക്ക് നമ്മുടെ ഫീൽഡിൽ വരെ നമുക്ക് അങ്ങനെ ഇച്ചിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. കള്ളു കുടിയാന്ന് പറഞ്ഞ് കള്ളു കുടിക്കും. പക്ഷെ നമുക്ക് കഴിച്ചപ്പോൾ നമുക്ക് ഭയങ്കര പേരായിരുന്നു. അത് എന്താ വെച്ചാൽ നമ്മൾക്ക് ഇങ്ങനെ ഉയർന്നിങ്ങനെ വരുന്ന എന്തോ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ പറയുന്നത്, ഇങ്ങനെ വിളിക്കില്ല ഭയങ്കര. പിന്നെ ആരെങ്കിലും എന്നാ പിന്നെ അത് പിന്നെ ഞാൻ അറിഞ്ഞതാണ്. വിളിക്കുമ്പോൾ ആരൊക്കെ ഉണ്ട് അതിനകത്ത്? അപ്പം നേഴ്സനുണ്ട്. അതെന്താ? ഒന്നുമില്ല. എന്താ? ഒന്നുമില്ല. അത്ര പറയുമ്പോഴേ നമ്മളെ കട്ടായി. അങ്ങനെ ഒരുപാട് എനിക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഞാൻ കഴിക്കുമായിരുന്നു. അതിനകത്ത് നമ്മൾ നിരാശപ്പെടുന്നില്ല, അതിനകത്ത് അവരെ കുറ്റവും പറയുന്നില്ല. പക്ഷെ മറ്റൊരാളെ പറ്റി അവർ പറയത്തില്ല. കഴിക്കുന്ന വേറെ ആളെ പറ്റി, ആൾ കഴിക്കുന്നത് എന്താ എല്ലാവരെ പറ്റിയും പറയാത്തത്, നമ്മളെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ കുറ്റം പറയുന്നില്ല അവരെ എന്ന് വെച്ചാൽ ഞാൻ അന്നേരം കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ മൊത്തം നിർത്തി. ഞാൻ ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. എനിക്ക് ഫ്ലോറിൽ നിന്ന് എടുത്തിയാടി സ്കിറ്റ് എടുത്തിങ്ങനെ ഇത്രയും പൊക്കം ഉണ്ടായിരുന്നു. എടുത്തിയാടി ഇപ്പോൾ കാലൊന്ന് വെൻ്റായിട്ട് ലിഗമെന്റ് കട്ടായി പോയി. നല്ല വേദനയായിരുന്നു. ആ ഒരു മാസം ഞാൻ അതിൻ്റെ കീഹോൾ സർജറി കഴിഞ്ഞ് കിടന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കിടന്നപ്പോൾ കഴിക്കത്തുന്നില്ല. അങ്ങനെ കിടന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നിർത്തണമെന്ന്. അങ്ങനെ ഞാനങ്ങ് നിർത്തി. ഇപ്പോൾ 1 വർഷവും 2 മാസമാകും. നല്ല കാര്യം. ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ നിർത്തി എന്നുള്ളതല്ല, എൻ്റെ ജീവിതത്തിൽ ആ ഒരു സാധനം എൻ്റെ ജീവിതത്തിൽ അതിന് വേണ്ട. നല്ലൊരു കാര്യം. ഇനി വേണ്ട. എൻ്റെ ജീവിതത്തിൽ കൈയടിച്ച് പാസ്സാക്കി. ശരിക്കും നിങ്ങളെപ്പോലൊക്കെ ആൾക്കാർ വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സാവുന്ന ശരിക്കും മണിച്ചേട്ടനുണ്ട് കേട്ടോ. മണിച്ചേട്ടനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ ഷോയിൽ വരുത്തണം എന്നും സംസാരിക്കണമെന്നും. മണിച്ചേട്ടൻ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടും കൂടിയായിരുന്നേ. എനിക്ക് മണിച്ചേട്ടൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് പാടിത്തരുമോ? ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള വെങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള വെങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണേ. ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള വെങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. താങ്ക് യു ചേട്ടാ, വളരെ സന്തോഷം. എന്തായാലും ചേട്ടാ എൻ്റെ ഷോയിൽ വന്ന് ഇത്ര എന്താ പറയാ നേരം പോയതറിഞ്ഞില്ല. ഞാൻ സത്യം പറഞ്ഞ ഇത്രയും പേര് എൻ്റെ ഷോയിൽ വന്നിട്ട് ഞാൻ ഇന്ന് ചിരിച്ചിരിച്ച് കരഞ്ഞു തിന്നാട്ടോ. സത്യം ശരിക്കും. ചേച്ചി സ്പെഷ്യൽ താങ്ക്സ്. കൊള്ളാം, നല്ല സന്തോഷമുണ്ട് വന്ന് ഞങ്ങളെ വിളിച്ചതിലും ക്ഷണിച്ചതിലും.